ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നെറ്റ്വർക്കിങ്ങിലേക്കല്ല, കുറേ ദിവസമായിട്ട് നമ്മൾ തിയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും തിയറി പഠിച്ചുകൊണ്ടിരുന്ന ആർക്കാണെങ്കിലും ബോറടിക്കും. അതുകൊണ്ട് ഇന്ന് എന്നോട് പേഴ്സണലായിട്ടും ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് സെൽഫ് ഹോസ്റ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇന്ന് സെൽഫ് ഹോസ്റ്റ് ചെയ്തിട്ട് ഒരു മിഷൻ തന്നെ ഹോസ്റ്റ് ചെയ്യും. അതുതന്നെ നമുക്ക് ഇത്രയും നാൾ നമ്മൾ പഠിച്ച മെറ്റാസ്പ്ലോയിറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഹാക്ക് ചെയ്യാം, അതിൻ്റെ സെർവർ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ളത് ആ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഇന്നൊരു മെഷീൻ ഇൻസ്റ്റാളേഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം അതിലൂടെ നമുക്ക് സെൽഫായിട്ട് ഹാക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പം അതിനൊരു സൈറ്റ് ഉണ്ട്, മെറ്റാസ്പ്ലോയിറ്റ് 2. ഓക്കെ, ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് റാപ്പിഡ് 7 ആണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഒരു സെർവർ ഡിപ്ലോയ് ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് കമ്പ്യൂട്ടർ പോലെ തന്നെ ഡിപ്ലോയ് ചെയ്തിട്ട് നമുക്ക് ഇത് സെൽഫായിട്ട് ഹാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇവിടെ നിന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒരു സിപ്പ് ഫയലായിരിക്കും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം, ഒരു ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഇവിടുന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും വിർച്വൽ ബോക്സ് എന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിർച്വൽ ബോക്സ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോയിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോയിൽ ചെറുതായിട്ട് അതൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അത് വേണ്ടവരെന്താണ് നമ്മുടെ ജസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പം ഞാൻ വീഡിയോ ലിങ്ക് ഇട്ടുതരാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഡൗൺലോഡാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഡൗൺലോഡ് ചെയ്തത്. ഓക്കെ, നേരെ എൻ്റെ ഹോമിൽ പോയി ഡൗൺലോഡ്സ് നോക്കാം. ഡൗൺലോഡ്സ് നോക്കും, ഇവിടെ കാണാം മെറ്റാസ്പ്ലോയിറ്റബിൾ ലിനക്സ് 2.0.0 സിപ്പ് എന്ന് കാണാം. സോ നമുക്കിതൊന്ന് അൺസിപ്പ് ചെയ്യണം. ജസ്റ്റ് നിങ്ങളവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്തിട്ട് ഇതൊന്ന് കോപ്പി ചെയ്യുക. ഇതിൻ്റെ നെയിം ഞാൻ കോപ്പി ചെയ്യാൻ പറയുന്ന കാര്യം നമുക്കിത് അൺസിപ്പ് ചെയ്യണം. സോ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഗസ്റ്റ് ചെയ്ത് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യാൻ പറഞ്ഞത്. ഞാൻ സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒരു കമാൻഡ് ഉണ്ട്, ഈ കമാൻഡ് യൂസ് ചെയ്യുക. അൺസിപ്പ് എന്താണോ നമ്മൾ കോപ്പി ചെയ്തത് അതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. മെറ്റാസ്പ്ലോയിറ്റ്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് സിപ്പ്. ഓക്കെ, ജസ്റ്റ് സോറി, ഡയറക്റ്റ് ഡൗൺലോഡ്സിലേക്ക് പോകണമായിരുന്നു. ഞാൻ ഡൗൺലോഡ്സിൽ പോയില്ല. CD ഡൗൺലോഡ്സ്. ഓക്കെ, നേരത്തെ കമാൻഡ് ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്യാം. അൺസിപ്പ് ഡോട്ട് ചേർക്കണം, .zip. ഓക്കെ, ജസ്റ്റ് ഓള് സെലക്ട് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കത് വരത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അത് വരുവാണെങ്കിൽ ജസ്റ്റ് ഓളൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഓളൊന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഫയൽ VMDK എന്ന് പറഞ്ഞൊരു ഫയലാണ് ആക്സസ് ചെയ്യേണ്ടത്. സോ മേ ബി കുറച്ച് ടൈം എടുക്കുന്നത്. ഫയൽ എന്താണ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഫയൽസ് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ട ഫയൽ ഈ ഒരു ഫയലാണ്. സോ ടെർമിനൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. നിങ്ങളെല്ലാവരും വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്താന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റ് വിർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ കാണാം. ഇതൊന്ന് സെർച്ച് ചെയ്യുക, വിർച്വൽ ബോക്സ് ഒന്ന് സെർച്ച് ചെയ്യുവാണ്. സോ വിർച്വൽ ബോക്സ് സെർച്ച് ചെയ്യുക. ഞാൻ ഇതിനകത്തൊരു അറ്റാക്കും കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് സെൽഫായിട്ട് അറ്റാക്ക് ചെയ്യാന്നും കൂടെ ഉള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, നമുക്ക് വിർച്വൽ മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ പാർട്ട് 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. വിർച്വൽ മെഷീൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ജസ്റ്റ് ഇവിടെ ന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ നെയിം സെലക്ട് ചെയ്യുക, നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ഇവിടെ മെറ്റാസ്പ്ലോയിറ്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ മെഷീൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണോ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റബിൾ ജസ്റ്റ് അവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്നാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ലിനക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ് ടൈപ്പ് ഉബണ്ടു സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഉബണ്ടുവിൽ 32 ബിറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഹാർഡ്വെയർ ഡിസ്ക് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ മറ്റേ അൺസിപ്പ് ചെയ്തത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ യൂസ് ആൻഡ് എക്സിറ്റിംഗ് വിർച്വൽ ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഫോൾഡറിൻ്റെ ഐക്കൺ ഞെക്കുക. സോ ഇവിടെ നമുക്ക് ഒരു ആഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ആഡ് ക്ലിക്ക് ചെയ്യുക. സോ എവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തത്? അപ്പോൾ ഞാൻ ഡൗൺലോഡ്സിലാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. സോ ഓപ്പൺ ചെയ്യുമ്പം ഓക്കെ, സ്റ്റാർട്ട് ഡൗൺലോഡ്സ് മെറ്റാസ്പ്ലോയിറ്റ്
ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത പാക്കേജ് ഒന്ന് മിസ്സായി. സോ ഞാൻ ഒന്നും കൂടെ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് ഓക്കെ. സോ ഞാൻ ഡയറക്ടറിയിലേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു VMDK എന്ന് പറഞ്ഞ ഫയലാണ് പ്രസന്റ് ആവേണ്ടത്. സോ അത് മിസ്സായി പോയി, എന്തോ സംതിങ് എറർ വന്നു. സോ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബേസിക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ യൂസ് ആൻഡ് എക്സിറ്റിംഗ്. ഓക്കെ, ഇവിടെ ഫോൾഡർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതെന്താ അനങ്ങുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ പ്രീസെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡൗൺലോഡ്സിൽ ലിനക്സ് ഓപ്പൺ. ഓക്കെ, ഇവിടെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ചൂസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ചൂസ് സെലക്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. സോ ബേസിക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമുക്കൊരു നെറ്റ്വർക്കിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. സോ സെറ്റിംഗ്സിൽ പോവാം. ബേസിക്കില് നെറ്റ്വർക്കിൽ നമുക്കിവിടെ കാണാം അഡാപ്റ്റർ ഓൺ നാറ്റ്. ഇൻ കേസ് നിങ്ങൾ വിർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാൾ ലിനക്സും അഥവാ പാരറ്റോയ്സ് നിങ്ങളുടെ വിർച്വൽ മെഷീൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ നാറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, അഥവാ നിങ്ങൾ എൻഡോട്ട് ഡ്യുവൽ ബൂട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്റ്റ് ഉള്ളി അഡാപ്റ്റർ സെലക്ട് ചെയ്യുക. സോ അതൊന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇൻ കേസ് വിർച്വൽ മെഷീൻ്റെ ഉള്ളിലുള്ളവരാണ്, അതായത് നിങ്ങളുടെ പാരറ്റോയ്സോ അല്ലെങ്കിൽ കാൾ ലിനക്സോ ഈ മെറ്റസ്പോൾട്ടോ മെഷീനോ വിർച്വൽ മെഷീൻ്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾ നാറ്റ് മാത്രം സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് എൻ്റെ കൂട്ട് ഡ്യുവൽ ബൂട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കുള്ള ഒരിതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് ജസ്റ്റ് നമ്മുടെ ടൂൾസിൻ്റെ ഇവിടെ നിന്ന് മെറ്റസ്പോൾട്ടോ ഇവിടെ സെലക്ട് ചെയ്യാം. ഫയൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ടൂൾസ് കാണാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇത് ഓണായിപ്പോയി. ജസ്റ്റ് പവർ ഓഫ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഫയൽസ്. ഓക്കെ, ഇവിടെ ഫയൽസിൽ ടൂൾസിൽ നെറ്റ്വർക്ക് മാനേജർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഹോസ്റ്റ് ഉള്ളി നെറ്റ്വർക്ക് സെലക്ട് ചെയ്യണം. സോ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ VBox Net 0 എന്ന് പറയുന്നത് കാണാൻ പറ്റും. സോ ജസ്റ്റ് ഇവിടെ എല്ലാം നമ്മുടെ IP അഡ്രസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ DHCP സെർവർ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് എല്ലാം ഒന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുക. സോ ഇവിടെ നമുക്ക് ഒരു അപ്ലൈ ബട്ടൺ കാണാം. ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. സോ നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇനി മെറ്റസ്പോൾട്ടിലേക്ക് പോകണമെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നെറ്റ്വർക്ക് നോക്കാം. സോ നെറ്റ്വർക്കിൽ ഇവിടെ ഹോസ്റ്റ് ഉള്ള അഡാപ്റ്റർ വന്നിട്ടുണ്ട്. സോ ഇവിടെ VBox Net 0 ഓക്കെ ആയിട്ടുണ്ട്. സോ കേബിൾ കണക്റ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മുടെ മെഷീൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ലോഡ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, ലോഡിംഗ് ആണ്. സോ ബേസിക് പാക്കേജസും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇതിന് ലോഗിൻ പാസ്വേഡ്, ഇതിന്റെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ലോഗിൻ പാസ്വേഡും അതുപോലെ ലോഗിൻ ID ആണ് MSF admin. അതുപോലെ പാസ്വേഡും MSF admin. ഓക്കെ, ഇതാണ് ഇതിന്റെ പാസ്വേഡും വരുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ IP അഡ്രസ്സ് കണ്ടുപിടിക്കണം. സോ ഇത് നിങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ബേസിക് ടെർമിനൽ എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും GUI ബേസ്ഡ് പഠിക്കരുത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് യൂസ് ചെയ്ത് നമ്മൾ പഠിക്കില്ല. സോ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മിക്ക നമ്മളെ സൈബർ സെക്യൂരിറ്റി ജോബിലും പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ടെർമിനൽ ആക്സസ് ആയിരിക്കും. ഇതൊരു ബ്ലാക്ക് ടെർമിനൽ, മെറ്റസ്പോൾട്ട് ഇത്രയുള്ള ഒരു ബ്ലാക്ക് ടെർമിനൽ, പക്ഷെ ഇതിലായിരിക്കും നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും GUI ഡിപ്പെൻഡ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ഇത് ഇത്രയേ ഉള്ളൂ. സോ കാണാൻ ഇങ്ങനെയാണല്ലോ, പക്ഷെ പവർഫുൾ ആണ്. ഓക്കെ, ജസ്റ്റ് IP അഡ്രസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഹോസ്റ്റ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. നമുക്കിവിടെ ഒരു IP അഡ്രസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് IP അഡ്രസ് 192.168.56.3. സോ ഇതാണ് എൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എത്രയാണോ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. IP അഡ്രസ് എത്രയാണെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് IP അഡ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. സോ കണക്ഷൻ കിട്ടുന്നുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. സോ നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് 192. ഓക്കെ, ജസ്റ്റ് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് 192. ഇതെന്താണ് ഇങ്ങനെ വരുന്നത്? ഓക്കെ, ജസ്റ്റ്
പിങ് 192 ഓട്ടോമാറ്റിക്കലി റൺ ആവുന്നു. ഓക്കെ, 192.56.3 ആണ് എൻ്റെ IP എന്ന് ജസ്റ്റ് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. സോ എനിക്കവിടെ സക്സസ്ഫുള്ളി പിങ് ആയിട്ടുണ്ട്. സോ എൻ്റെ നെറ്റ്വർക്ക് എനിക്ക് ഹോസ്റ്റ് ചെയ്ത് എനിക്ക് എൻ്റെ വിർച്വൽ മെഷീൻ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ അറ്റാക്ക് ഒന്ന് കവർ ചെയ്ത് നോക്കാം. ഓക്കെ, പലരും എന്നോട് ചോദിച്ചാണ് എങ്ങനെയാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ മെറ്റസ്പോൾട്ടർ മെഷീൻ നമ്മുടെ റിയൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ മെഷീൻ ഒന്ന് നമുക്ക് അറ്റാക്ക് ചെയ്ത് നോക്കിയാലോ. അതായത് നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ആ സെർവർ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന അതേ ഒരു മെത്തേഡിൽ കൂടെ തന്നെയാണ് നമ്മളിത് ഹാക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. സോ പനിയും കാര്യങ്ങളായതുകൊണ്ട് ഒച്ചയൊക്കെ ഒന്ന് കുറവായിരിക്കും. സോ ഓഡിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്കൊന്ന് ജസ്റ്റ് nmap വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, nmap മൈനസ് ക്യാപിറ്റൽ ആയിപ്പോയി. ഓക്കെ, nmap മൈനസ് എസ് ക്യാപിറ്റൽ ലെറ്റർ V. ഓക്കെ, ഇതെന്തിനായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ nmapന്റെ ടോപ്പിക്ക് കവർ ചെയ്തായിരുന്നു. ഇതൊക്കെ ബേസിക് കമാൻഡ്സും കാര്യങ്ങളായിരുന്നു. ഇത് സർവീസും വെർഷനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ മെറ്റസ്പോൾട്ടിന്റെ ID എന്താണോ, IP അഡ്രസ് എന്താണോ ജസ്റ്റ് കൊടുക്കുക. 168.56.3 ഇതായിരുന്നു എൻ്റെ മെറ്റസ്പോൾട്ടിന്റെ ID എന്ന് പറയുന്നത്. സോ nmap സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് നോക്കാം റിപ്പോർട്ട് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പം പ്രാക്ടീസ് നമ്മൾ പഠിച്ച മെറ്റസ്പോൾട്ട് മൊഡ്യൂൾ കവർ ചെയ്തു. അങ്ങനെ പല മൊഡ്യൂളും നമ്മൾ കവർ ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ മെറ്റസ്പോൾട്ടിന്റെ പല മൊഡ്യൂൾസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെബ്സൈറ്റ് ഹാക്കിംഗ് ആണെങ്കിലും പലതും. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഹാക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ പോർട്ട് കിട്ടി, ഇവിടെ ഒരു TCP കണക്ഷൻ കിട്ടി. ഓക്കെ, ഓപ്പൺ പോർട്ടാണ്, അതിന്റെ സർവീസ് FTP ആണ്. സോ ഇതൊക്കെ നമ്മൾ എന്താണ് നെറ്റ്വർക്കിങ്ങിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം FTPയിൽ ഒരു ഈ വെർഷനിൽ എക്സ്പ്ലോയിറ്റ് ഉണ്ട്. സോ ജസ്റ്റ് ബിഗിനേഴ്സ് പുതുതായിട്ടായാലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പറയാം, ജസ്റ്റ് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സിമ്പിൾ മെത്തേഡാണ്, സെർച്ച് ചെയ്യാം FTPD 2.3.4 എക്സ്പ്ലോയിറ്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം എക്സ്പ്ലോയിറ്റ് ഉണ്ട്, ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ ആണ്, റാപ്പിഡ് സെവനിങ് കാണാം, അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസിലും കാണാം. സോ ഇവിടെ നമുക്ക് കാണാം ജസ്റ്റ് ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് നമുക്ക് MS കൺസോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ബിഗിനർ ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഇതായിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ് രീതിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെർച്ച് എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സെർച്ച് എക്സ്പ്ലോയിറ്റ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. സോ സെർച്ച് എക്സ്പ്ലോയിറ്റ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സെർച്ച് SPLOIT സെർച്ച് എക്സ്പ്ലോയിറ്റ് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. സോ എന്താണ് എറർന്ന് മനസ്സിലാവുന്നില്ല. സെർച്ച് എക്സ്പ്ലോയിറ്റ്. ഓക്കെ, സെർച്ച് എക്സ്പ്ലോയിറ്റ്. സോ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ എന്താണെന്ന് അറിയത്തില്ല, മേ ബി. ഓക്കെ, നമുക്ക് എന്തായാലും MSF കൺസോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, MSF കൺസോൾ മെറ്റസ്പോൾട്ടർ ഫ്രെയിംവർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോപ്പി ചെയ്ത് VSFTPD. ഓക്കെ, സെർച്ച് യൂസ് ചെയ്യുക. സെർച്ച്. ഓക്കെ, ജസ്റ്റ് പനിയും കാര്യങ്ങളായതുകൊണ്ടാണ് എനിക്ക് ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഓക്കെ, നമുക്കിവിടെ കാണാം ഒരു എക്സ്പ്ലോയിറ്റ് നമുക്കിവിടെ കാണാം. നമ്മൾ യൂസ് എന്ന് പറഞ്ഞാൽ യൂസ് സെലക്ട് ചെയ്തിട്ട് 0 സെലക്ട് ചെയ്യുക. കാരണം ഇവിടെ ഇൻഡെക്സ് വാല്യൂ 0 ആയിരുന്നു. സോ നമ്മൾ 0 സെലക്ട് ചെയ്യുന്നു. സോ അറ്റാക്ക് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. സോ നമുക്ക് ഷോ ഓപ്ഷൻസ് നോക്കാം എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. ഷോ ഓപ്ഷൻസ്. ഓക്കെ, നമുക്കിവിടെ ഒരു R ഹോസ്റ്റ് സെലക്ട് ചെയ്യണം, അതുപോലെ തന്നെ R പോർട്ട് സെലക്ട് ചെയ്യണം. R ഹോസ്റ്റ് എന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന്റെ IP അഡ്രസ്. ഓക്കെ, സെറ്റ്
ആർ ഹോസ്റ്റ്. ഓക്കെ, സ്പെല്ലിങ് കാര്യങ്ങളും കറക്റ്റാണ് നോക്കുക. ജസ്റ്റ് IP എന്താണോ 192.168.156.3. ഓക്കെ, ഇതായിരുന്നു എൻ്റെ IP മെറ്റസ്പോളിറ്റൻ മെഷീൻ്റെ IP അഡ്രസ്. സോ 192.168.156.3. ഓക്കെ, ഇവിടെ ആർ ഹോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് സെറ്റ് ആർ പോർട്ട് കൊടുക്കുക. സെറ്റ് ആർ പോർട്ട് 21. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, സക്സസ്ഫുള്ളി ഇവിടെ നമുക്ക് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഷെല്ല് കിട്ടിയിട്ടുണ്ട്. സോ അറ്റാക്ക് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. സോ സെക്ഷൻ 1 ഓപ്പൺ. ഓക്കെ, നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹുവാമൈ റൂട്ട്. ഓക്കെ, നമ്മൾ സക്സസ്ഫുള്ളി അറ്റാക്ക് ആയിട്ടുണ്ട്. സോ ഇത് ബേസിക് സിമ്പിൾ അറ്റാക്ക് ആണ്. ഇപ്പോഴും ഈ പല സെർവറും പല കമ്പ്യൂട്ടറും എന്താണ് ഈ ഒരു മെത്തേഡ്, ഈ ഒരു വെർഷൻസ് റൺ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തന്നെ ഒരു പെൻ ടെസ്റ്റിംഗ് ആണല്ലോ, നമുക്ക് തന്നെ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മളെ റൂട്ടായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഹെൽപ്പ് നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സെക്ഷൻസ്, അതൊന്ന് ഷെല്ലും ഓക്കെ അപ്ലോഡ്. ഓക്കെ, ഇതിൽ ഞാൻ ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കിപ്പം ഒരു ആക്സസ് കിട്ടി, നമുക്കിന് പെർമനന്റ് ആയിട്ട് ആക്സസ് വേണമെങ്കിൽ നമുക്കൊരു ഷെല്ല് അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഫുൾ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് ഹാക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ മെറ്റസ്പോളിലേക്ക് ഞാനൊരു ഫയൽ ഞാൻ ഇൻജെക്ട് ചെയ്യാൻ പോവാണ്. സോ ആ ഫയൽ നമ്മൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ നമുക്ക് നിരന്തരമായിട്ടുള്ള ആക്സസ് കിട്ടും. സോ ഇവിടെ എൻ്റെ ഹോമിൽ നോക്കാം. ഓക്കെ, ഹോമിൽ hi-hackd.txt എന്ന് പറഞ്ഞ ഫയൽ, ജസ്റ്റ് അതൊരു ഫയൽ മാത്രമാണ്. സോ ഞാനിപ്പം ഷെല്ല് അപ്ലോഡ് ചെയ്തതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമുക്ക് ഇനി നമ്മുടെ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗം കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ നിങ്ങൾക്ക് ഇനി പഠിപ്പിക്കാൻ ബൈൻഡ് ഷെല്ല് എന്താണ്, റിവേഴ്സ് ഷെല്ല് എന്താണ്, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കാനുണ്ട്. സോ ഇതൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഷെല്ല് എങ്ങനെ അപ്ലോഡ് ചെയ്ത് നമുക്ക് ആക്സസ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ അപ്ലോഡ് ചെയ്ത്, സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളതും. ഒരു ഷെല്ലാന്ന് വിചാരിച്ച് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. സോ ജസ്റ്റ് കമാൻഡ് ഇതാണ്, sudo cp എവിടെയാണോ എൻ്റെ ആ ഫയൽ ഹോം. ഓക്കെ, എൻ്റെ യൂസർ നെയിം എന്താണോ, നിങ്ങളുടെ യൂസർ നെയിം എന്താണോ ടെക്സ്റ്റ് ചെയ്യോ. ഓക്കെ, എൻ്റെ ഡൗൺലോഡ്സിലാണോ അതുള്ളത്. ഓക്കെ, downloads/i-hacked.txt. ഓക്കെ, ഇതാണ് ഫയലിന്റെ നെയിം. സോ ഇത് ഞാൻ റൂട്ടിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. സോ റൂട്ടിൽ മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ റൂട്ടിലേക്ക് ഞാൻ മാറ്റാൻ പോവാണ്. നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. സോ സംതിങ് എന്താ എറർന്ന് അറിയത്തില്ല. സോ ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾ എറർ വരുമ്പം മാക്സിമം അത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ തന്നെ നോക്കുക. സോ എറർ വരാത്ത ആരും ഉണ്ടാവത്തില്ല. സോ എറർ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കാര്യമുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് എറർ വരുമ്പം അത് ജസ്റ്റ് ഒന്ന് എന്താണ് നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് വരുന്ന എറർ എന്താണ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. സോ എറർ എന്താണ്, എറർ മാറ്റിയിട്ടാണ് നമുക്ക് തന്നെ ഒരു സെൽഫായിട്ട് നമുക്ക് തന്നെ നല്ല പ്രാക്ടിക്കലി നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, നമുക്ക് തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ എറർ എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കിവിടെ എറർ മനസ്സിലായി. സോ ഞാനിവിടെ ചെയ്തത് ഡയറക്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്ത് വന്ന ഇതിലേക്കാണ് ഞാൻ ചെയ്തത്. സോ അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനലിൽ എൻ്റെ ഡൗൺലോഡ്സിൽ കിടക്കുന്നത് എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ റൂട്ടിൻ്റെ ഡയറക്ടറിയിലേക്ക് മാറ്റുക. ഓക്കെ, ജസ്റ്റ് കമാൻഡ് ഇത്രയേ ഉള്ളൂ. സോ നേരത്തെ അതേ കമാൻഡ് തന്നെ, sudo copy. ഓക്കെ, ഹോം നമ്മുടെ യൂസർ നെയിം എന്താണോ കോംറേഡ് ഏത് ഡയറക്ടറിയിലാണോ നമ്മുടെ ഫയൽ ഉള്ളത്. ഓക്കെ, ഡൗൺലോഡ്സ്/ എന്താണോ ഫയലിൻ്റെ പേര്. ഇപ്പം ആ ഫയലിൻ്റെ പേര് കിടക്കുന്ന i-hacked.txt. ഓക്കെ, /root. ഓക്കെ, ഇപ്പം ഞാനത് റൂട്ടിലേക്ക് കോപ്പി ചെയ്യാൻ പോകും. ഓക്കെ, പാസ്വേഡ് വയ്ക്കുന്നു. ഓക്കെ, ജസ്റ്റ് റൂട്ടിലേക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് എനിക്ക് LS യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം, നോക്കാം പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താന്ന്. ഓക്കെ, ഇതിപ്പം റൂട്ടിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതിപ്പോൾ നമ്മുടെ ഷെല്ലാണ്, ഞാൻ ക്ലിയർ ചെയ്ത് നമുക്ക് അപ്ലോഡ് കിട്ടിയ ഷെല്ലാണ്. സോ നമുക്ക് ഇനി എന്താണ് നമ്മുടെ
ഡയറക്ടറിയിൽ നിന്ന് നമ്മുടെ റൂട്ട് ഡയറക്ടറിയിൽ നിന്ന് നേരെ നമുക്ക് നമ്മുടെ അറ്റാക്കിന്റെ വിക്ടിം, അതായത് നമ്മുടെ മെസ്സേജ് ബോർഡിലേക്ക് നമ്മൾ ആരാണോ അറ്റാക്ക് ചെയ്യുന്നത് അവരിലേക്ക് നമ്മളൊരു ഷെൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കും. സോ നമ്മുടെ റൂട്ടിൽ നിന്ന് റൂട്ട് എന്താണോ നമ്മുടെ ഇതിന്റെ പേര്, സോ ഐ ഹാക്ക്ഡ് യു .txt. ഓക്കെ, ടെമ്പ് എന്ന് പറഞ്ഞ ഇതിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ ഹാക്ക്ഡ് യു .txt. സോ ഫയല് സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മെഷീൻ, അതായത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന മെഷീനിലേക്ക് ഇപ്പൊ നമ്മളൊരു പേലോഡ് ഇൻജെക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഇത് പേലോഡ് അല്ല, ജസ്റ്റ് ഒരു ഫയൽ ഞാൻ ചെയ്യുന്നതാണ്, ജസ്റ്റ് പേലോഡ് ഇൻജെക്ട് ആയെന്ന് വിചാരിക്കുക. സോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മെഷീൻ ഓഫ് ആയി. ഓക്കെ, ഞാൻ നോക്കുന്നു, സൂം ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ടൈപ്പ് ചെയ്യാൻ ഞാനിവിടെ ക്ലിയർ ചെയ്യും ആദ്യം. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പം ls.temp/. ഓക്കെ, ഇവിടെ കാണാം iHackedYou.txt എന്ന് പറഞ്ഞ ഫയല് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫയലിനുള്ള എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, ls .temp/iHackedYou.txt. ഓക്കെ, ഇവിടെ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻ 1 റൂട്ട് 29, സോ സൈസ് 29. സോ ഡേറ്റും കാര്യം iHackedYou.txt എന്ന ഫയൽ പ്രസന്റ് ആണ്. സോ നമുക്ക് ഇത് റീഡ് ചെയ്യണമെങ്കിൽ റീഡ് പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. സോ chmod 644 -temp. ഓക്കെ, സ്പേസ് വേണം. സോ /temp. ഓക്കെ, iHackedYou.txt. ഓക്കെ, txt എൻ്റർ ചെയ്യുക. ഓക്കെ, നമ്മൾ സുഡോ എനേബിൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സുഡോ കൊടുത്തു, chmod 644 temp iHackedYou.txt. ഒപ്പം പാസ്വേഡും കൊടുത്തു, MSF പാസ്വേഡും കൊടുത്തു. ഇപ്പം റൂട്ട് പെർമിഷൻ എനേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് ഫയൽ എന്താ റീഡ് ചെയ്ത് നോക്കാം. cat.tmp./iHackedYou.txt. സോ നമുക്കിവിടെ കാണാം can you give a smile for me. ഓക്കെ, ഇതാണ് നമ്മൾ ഹാക്ക് ചെയ്തത്. സോ നമ്മളിവിടെ സക്സസ്ഫുള്ളി നമ്മൾ ഹാക്ക് ചെയ്തു, സെർവർ ഹാക്ക് ചെയ്തു. ഇതേ സമയം ഒരു ഷെല്ലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഫുള്ള് സിസ്റ്റം നമുക്ക് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ആക്സസ് നമ്മുടെ മെയിൻറ്റെയിൻ തന്നെ ചെയ്യാം. നമുക്ക് സിസ്റ്റം എന്തുകൊണ്ടും ചെയ്യാം. സോ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ഷെല്ലല്ല, ജസ്റ്റ് ഞാൻ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. സോ ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ നിൽക്കുന്നു കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ആണെങ്കിലും നോക്കുവാണെങ്കിൽ എൻ്റെ ഡൗൺലോഡ്സിൽ പോയി നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് റീഡ് നോക്കാം. സോ ഇവിടെ നോക്കാം, ക്യാൻ യു ഗീവ് മി എ സ്മൈൽ ഫോർ മീ. ഇതാണ് ആ ഫയലിനകത്ത് ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്കൊരു ആക്സസ് കിട്ടി നമ്മൾ ഷെൽ അപ്ലോഡ് ചെയ്തിട്ട് ഹാക്ക് ചെയ്യുന്നത്. ഷെല്ലിന്റെ സെക്ഷൻ എടുക്കാത്തത് നമ്മൾ ബൈൻഡിൽ റിവേഴ്സ് ഷെല്ലൊക്കെ കുറച്ച് പഠിക്കാനുണ്ട്. നെറ്റ്വർക്കിലേക്ക് നമ്മൾ കുറച്ച് കയറിയതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പം എടുക്കാതെ. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രാക്ടിക്കലി കൂടെ ഞാൻ കവർ ചെയ്തേ ഉള്ളൂ, കാരണം എങ്ങനെയാണ് അറ്റാക്ക് ചെയ്ത് പഠിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെറ്റസ്പോൾട്ട് 2 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഓക്കെ, അതെങ്ങനെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നൊക്കെ ഇപ്പം പഠിച്ചെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ തന്നെ ഇത് ഓരോ വെർഷൻസും കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ അറ്റാക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത് നിങ്ങളുടെ തന്നെ ഒരു സേഫ് എൻവയോൺമെന്റിൽ ഹാക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. ബൈ.